സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇന്ത്യ അയർലൻഡ് T20 കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ 1:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗേറ്റ് കുറച്ച് നേരത്തെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോവുകയാണ്. സഞ്ജുവിനെ കളിപ്പിക്കുകയെന്ന് അറിയത്തില്ല. ടീം ലാസ്റ്റ് ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. സഞ്ജുവിൻ്റെ മാച്ച് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. നമ്മളിവിടെ എത്തി. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ക്യൂ നിൽക്കുക. കുറേ നേരം നിൽക്കണം. ഇപ്പം സമയത്തിലായി ഇപ്പോൾ സമയം 11:10. 11:10 ഉള്ളൂ. നമുക്ക് എപ്പോൾ അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിനാ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് അകത്തോട്ട് കറങ്ങി ക്യൂ ഉണ്ട്. നല്ല ക്യൂ ആണ് ഇവിടെ. സുജോ, എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. നല്ല ക്യൂ ഉണ്ട് കേട്ടോ. മോളെന്തി ക്യൂ പയ്യെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും മെയിൻ ഗേറ്റിൻ്റെ അടുത്തോട്ട് എത്തി. ഇവിടുന്ന് കുറച്ച് പേരെ വിടുന്നുള്ളൂ. അവിടുന്ന് ഇപ്പോൾ കയറി വേണം ചെല്ലാൻ. So if you have that bag open and ready for search, it's going to be just that wee bit quicker. All right, guys? And go again, please. Thank you. രണ്ടുണ്ടെന്ന്. Yeah, go ahead. Two. Yeah. Thank you. Enjoy. 28-ാം തീയതി കളി കാണാൻ വരുന്നവർക്ക് വേണ്ടി കണ്ടോ, അവിടുന്ന് കയറി നമുക്ക് ഇതിലൊക്കെ പോവാം. ഇനി ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഇത് ഇവിടെ ബാറ്, ബിയറ്, ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഫുഡിൻ്റെ എല്ലാം ആ സൈഡിലോട്ടാണേ. ഇവിടെ ഇരുന്നാലോ നടുക്ക് അനൂപേ. നമുക്കിവിടെ ഒരു സീറ്റൊക്കെ സെറ്റായി. അപ്പം വെച്ചിട്ട് നമ്മുടെ ടീം വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് പയ്യെ ദൂരെ നടന്നു വരുന്നുണ്ട്. ടോസ് ഇന്ത്യക്കാണ് കിട്ടിയത്. ഇന്ത്യ ബോളിംഗ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ബോളിംഗ് കാണാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ. അയർലൻഡിന്റെ ഫസ്റ്റ് വിക്കറ്റ് വീണിരിക്കുക കേട്ടോ.
അയർലൻഡിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 182 റൺസ് അവരെടുത്തേക്കുന്നത്. 9 വിക്കറ്റും അവരുടെ പോയി. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് കാണാം. ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. സഞ്ജുവും അഭിഷേക് ശർമ്മയാണ് ഓപ്പൺ ചെയ്യുന്നത്. അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ സഞ്ജു ഔട്ടായി ഗൈസ്. നമുക്ക് ആ വിക്കറ്റ് എടുത്തത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണ്, അയർലൻഡിന് വേണ്ടി കളിക്കുന്നത് കേട്ടോ. ഭയങ്കര കഷ്ടമായി പോയി. അങ്ങനെ അഭിഷേക് ശർമ്മ ഔട്ടായിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കളി കാണാൻ വന്ന ഇന്ത്യയുടെ മാച്ച് ഇന്ത്യ തോറ്റുപോയി. നമ്മുടെ ചാമ്പ്യനായതിനു ശേഷമുള്ള ആദ്യത്തെ തോൽവിയത്. എന്തായാലും ഇനി നമുക്ക് അടുത്ത കളിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.